ഹായ് ഹലോ എല്ലാവർക്കും ക്യൂസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ PYQ സീരീസ് ഡേ 3 ആണ്. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേര് എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ യങ് ഇന്ത്യ. നമുക്ക് ഓപ്ഷൻസ് കൂടി നോക്കാം. ബംഗാൾ ഗസറ്റ്. ഇന്ത്യയിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രമാണ് ബംഗാൾ ഗസറ്റ്. ഇതിന്റെ സ്ഥാപകൻ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. അൽ ഹിലാൽ എന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രമാണ്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ രണ്ട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അൽ ഇസ്ലാം എന്ന ജേണൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയും അൽ അമീൻ എന്ന പത്രം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ ആണെന്ന കാര്യം കൂടി ഓർക്കുക. അടുത്ത ചോദ്യം, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 19 6 മൗലിക അവകാശങ്ങളെ പറ്റിയാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ കിരീടധാരിയായത്? ഉത്തരം ഓപ്ഷൻ ബി 1804. സമുദ്രഗുപ്തനാണ് ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കാർഡമം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ കേരളം. അടുത്ത ചോദ്യം, ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിന്റെ തടി കൊണ്ടാണ്? ഉത്തരം ഓപ്ഷൻ എ വില്ലോമരം. അടുത്ത ചോദ്യം, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയാണ്? ഉത്തരം ഓപ്ഷൻ ബി കെ കേളപ്പൻ. ഓപ്ഷൻസ് കൂടി നോക്കാം. അതിർത്തി ഗാന്ധി അഥവാ ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തപ്പെട്ട ആദ്യ പത്രാധിപരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഇദ്ദേഹം ഏറ്റെടുത്ത പ്രസിദ്ധീകരണമാണ് ആത്മപോഷിണി. അതുപോലെ തന്നെ കേരളൻ എന്ന മാസിക ആരംഭിച്ചതും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിലാണ് കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്നറിയപ്പെടുന്ന മിശ്രഭോജനം നടത്തിയത്. അടുത്ത ചോദ്യം, ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമേത്? ഉത്തരം ഓപ്ഷൻ സി കേരളം. 1967 ഇത് ആരംഭിക്കുന്നത്. അടുത്ത ചോദ്യം, ബാരാലാച്ല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ്. ഓപ്ഷൻസ് കൂടി നമുക്ക് നോക്കാം. ജമ്മു കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുരങ്ങളാണ് സോജില പാസ്, ബനിഹൽ പാസ് എന്നിവ. അതുപോലെ അരുണാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ് സേല പാസ്, ബോംഡില പാസ് എന്നിവ. സിക്കിമിലെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ് നാത്തുല, ജലീപ്ല എന്നിവ. അടുത്ത ചോദ്യം, ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി മേഘാലയ. ഗാരോ, ഖാസി, ജയന്തിയ കുന്നുകൾ മേഘാലയയിലും ലുഷായി അഥവാ മീസോ കുന്നുകൾ മിസോറാമിലുമാണ് കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? ഉത്തരം ഓപ്ഷൻ സി 1931. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവർ കെ കേളപ്പനും മന്നത്ത് പത്മനാഭനുമാണ്. മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റും കെ കേളപ്പൻ സെക്രട്ടറിയുമായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനാണ്. ഗുരുവായൂർ ക്ഷേത്രമണി അടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ P കൃഷ്ണപിള്ളയാണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ 60 പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം? ഉത്തരം ഓപ്ഷൻ സി ചൈന. അടുത്ത ചോദ്യം, ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസത്തിന്റെ പേര്? ഉത്തരം ഓപ്ഷൻ ബി വിസരണം. അടുത്ത ചോദ്യം, 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം? അർജന്റീന 3ാമതും കപ്പ് നേടി. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി മെസ്സി തെരഞ്ഞെടുക്കപ്പെട്ടു. ബ്രസീൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി. കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി. ഉത്തരം ഓപ്ഷൻ ബി 1, 2, 4. മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. കാരണം 2ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഫ്രാൻസ് ആണ്. 2026 ഫിഫ വേൾഡ് കപ്പ് ആതിഥേയത്വം വഹിക്കുന്നത് കാനഡ, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ രാജ്യങ്ങളാണ്. അടുത്ത ചോദ്യം, വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ കേമ്പിൾ ലംജാവോ. അടുത്ത ചോദ്യം, കേരളത്തിലെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി?
ഉത്തരം ഓപ്ഷൻ സി അനേർട്ട്. KSEB ഓപ്ഷൻസിലുണ്ട്. KSEB നിലവിൽ വന്നത് 1957 മാർച്ച് 31-നാണ്. ഇതിന്റെ ആപ്തവാക്യം കേരളത്തിന്റെ ഊർജ്ജം. അവസാനത്തെ ചോദ്യം, ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏത്? ഉത്തരം ഓപ്ഷൻ സി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത പാർട്ടുമായി കാണുന്നവരെ ബായ്.